Hi friends, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് പിൻ ടക്സ് ഒക്കെ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. 7 വയസ്സ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജോർജറ്റിന്റെ 1 മീറ്റർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. 60 ഇഞ്ച് വിഡ്ത്ത് ഉള്ളത്. കട്ടി കുറഞ്ഞ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. ലൈനിങ്ങും 1 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. ലൈനിങ്ങിൻ്റെ വിഡ്ത്ത് 40 ഇഞ്ചസ് ആണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ ലേസാണ്. അപ്പോൾ കുറച്ച് വീതിയുള്ള ടൈപ്പ് ലേസാണ് എടുത്തേക്കുന്നത്. സ്ലീവിൻ്റെ ഭാഗത്ത് വയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെഷർമെൻറ്റ്സ് എല്ലാം ലൈനിങ്ങിൽ മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ലൈനിങ് 4 ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 40 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഇതേപോലെ 4 ഫോൾഡ് ചെയ്തെടുത്തേക്കുന്നത്. ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോൾഡ് സൈഡ് നമ്മുടെ സൈഡിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുകളിൽ 1 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വരച്ചെടുക്കാം. ലൈൻ വരച്ചെടുത്തു. ഇനി ഈ ഒരു ലൈനിൽ നിന്ന് നേരെ താഴോട്ട് എത്രയാണോ ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്രയും മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് 23 ഇഞ്ചസ് ആണ്. അതിൻ്റെ കൂടെ 0.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 23.5 ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അതാ മുകളിൽ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഫാബ്രിക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയും ഫാബ്രിക്കാണ് നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്യുന്നത് 5.5 ഇഞ്ചസ് ആണ്. അത് ഇതേപോലെ മാർക്ക് ചെയ്തു. ഇനി ഇതേ ലൈനിൽ തന്നെ നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. ഞാനിവിടെ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത് 2.75 ഇഞ്ചസ് ആണ്. അത് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആം ഹോളാണ്. എത്രയായിരുന്നോ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുത്തത് അത്രയും തന്നെയാണ് ആം ഹോളായിട്ട് മാർക്ക് ചെയ്യുന്നത്. 5.5 ഇഞ്ചസ്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ട് ആം ഹോളും മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഷോൾഡറിൽ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ത്തി ഇതേപോലെ ആ ഒരു പോയിന്റ് നെക്ക് വിഡ്ത്തുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് റൗണ്ട് ആണ്. ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ട് 27 ഇഞ്ചസ് ആണ്. 27 ഇഞ്ചസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ 4 എടുക്കുമ്പോൾ 7.75 ഇഞ്ചസ് ആണ് വരുന്നത്. അത് ഈ ഭാഗത്ത് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് റൗണ്ടും ഒന്നും മാർക്ക് ചെയ്യുന്നില്ല. ഈ ചെസ്റ്റ് റൗണ്ടിൻ്റെ ഈ ഒരു പോയിന്റ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് വരയ്ക്കുവാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ഇതേപോലെ സ്കെയിൽ ചരിച്ച് വെച്ച് വേണം വരയ്ക്കാൻ. ഇനി ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.25 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെയും ഡെപ്ത് സെയിം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നെക്ക് വിഡ്ത്തിൽ നിന്ന് നേരെ താഴോട്ട് 2.5 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് റൗണ്ട് നെക്ക് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് സീം അലവൻസ് മാർക്ക് ചെയ്യാം. സൈഡിൽ 1 ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് താഴെ വരെ 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആം ഹോളിൻ്റെ ഭാഗത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും നെക്ക് വിഡ്ത്തിൻ്റെ ഭാഗത്തും 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി താഴ്വശത്തൊന്ന് കർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ വരച്ചേക്കുന്ന ലൈനിൽ നിന്ന് മുകളിലോട്ട് 2.5 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തു. 2.5 ഇഞ്ചസ്. ഇനി ഈ മാർക്ക് ചെയ്തേക്കുന്ന ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ആ ഒരു ലൈനിൻ്റെ മെഷർമെൻറ്റ് 10.5 ഇഞ്ചസ് ആണ്. അതിൻ്റെ നേർപകുതി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിൻറ്റും കൂടി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ഈ വരച്ച മാർക്കിംഗ് ലൈനിൽ കൂടി ഇതങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ലൈനിങ് ക്ലോത്തിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഇനി മെയിൻ ക്ലോത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്യുന്നത്. കാരണം ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ
സെൻറ്റർ ഭാഗത്ത് പിൻ ടക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതേ അളവിൽ തന്നെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ്ങിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതേപോലെ വെച്ച് പിൻ ചെയ്തെടുത്തതിന് ശേഷം സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ബാക്ക് പാർട്ട് ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബാക്ക് പാർട്ടിന് എടുത്ത ഫാബ്രിക്കിനെ കാട്ടി കുറച്ച് വീതി കൂട്ടി വേണം ഫ്രണ്ട് പാർട്ടിന് കട്ട് ചെയ്ത് എടുക്കാൻ. കാരണം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് പിൻ ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഭാഗത്ത് നമുക്ക് പിൻ ടക്സിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ പിൻ ടക്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത് 2.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതേപോലെ ഫോൾഡ് സൈഡിൽ നിന്ന് ആ ഒരു ലൈനിലോട്ട് 2.5 ഇഞ്ചസ് എടുത്ത് മാർക്ക് ചെയ്തു. 2.5 ഇഞ്ച് താഴോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇനി ഇതേ മെഷർമെൻറ്റ് തന്നെ നമുക്ക് അടുത്ത സൈഡിൽ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫാബ്രിക് അങ്ങ് സ്ട്രെയിറ്റ് ആക്കിയിടാം. എന്നിട്ട് ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് വീണ്ടും 2.5 ഇഞ്ചസ് എടുത്ത് അടുത്ത സൈഡിലോട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം സെയിം പോലെ തന്നെ 2.5 ഇഞ്ചിൻ്റെ ആ ഒരു പോയിന്റ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് വരച്ചെടുക്കാം. ഇനി മാർക്ക് ചെയ്തേക്കുന്ന 5 ഇഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ ഹാഫ് ഇഞ്ചും കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ പിൻ ടക്സും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഹാഫ് ഇഞ്ചിൽ നിന്ന് നേരെ താഴോട്ട് ചെറിയ ചെറിയ പിൻ ടക്സ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് താഴോട്ട് വരച്ചെടുത്ത ലൈനിലാണ്. അപ്പോൾ ഇതേപോലെ ഫാബ്രിക് ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 4 ഇഞ്ച് ഗ്യാപ്പില്ല, ഒരു പോയിന്റ് മാത്രം ഡിസ്റ്റൻസിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഓരോ ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിലും ഇതേപോലെ പിൻ ടക്സുകൾ ചെയ്തെടുക്കാം. അങ്ങനെ ടക്സ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാഫ് ഇഞ്ച് വീതിയുള്ള 8 ടക്സാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈനിങ് ക്ലോത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ക്ലോത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ആ ഒരു പിൻ ടക്സ് വരേണ്ടത് നെക്കിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം ആ നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് പിൻ ചെയ്യാം. പിൻ ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ എഡ്ജിൽ കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗം മാത്രം ഫിനിഷ് ചെയ്യാം. ആം ഹോളിൻ്റെ ഭാഗം ഇപ്പം ഫിനിഷ് ചെയ്യേണ്ട. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യുകയാണ്. നല്ല വശത്തോട്ട് ലൈനിങ് വെച്ചിട്ട് പിൻ ചെയ്തെടുത്തു. പിൻ ചെയ്തെടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗം 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പിൻ ടക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിൻ ടക്സിൻ്റെ ഡയറക്ഷൻ എല്ലാം ഒരു സൈഡിലോട്ട് തന്നെ ആയിരിക്കണേ, എന്നാലേ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം 4 ഇഞ്ച് വീതിക്ക് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ എല്ലാ ടക്സിൻ്റെയും ഡയറക്ഷൻ ഒരു സൈഡിലോട്ട് തന്നെ ആക്കി വയ്ക്കുക. ഇനി നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് വലതുവശത്തോട്ടിട്ടിട്ട് ലൈനിങ്ങിൻ്റെ എഡ്ജിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കാണ് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്ന മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് കട്ട് ചെയ്തെടുത്തേക്കുന്ന ലൈനിങ് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗം 4 ഇഞ്ച് വീതിക്കും ആം ഹോളിൻ്റെ ഭാഗം 4 ഇഞ്ച് വീതിക്കും സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനെ അങ്ങ് തിരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്കും ആം ഹോളും ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുക്കണം.
ഇനി ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിനെ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഓപ്പണിംഗ് ഭാഗം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ്. ഇനി ഈ ഒരു പീസിലും കൂടി സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് വെച്ച് കൊടുക്കേണ്ടത് ഇതിൻ്റെ നല്ല വശത്തേക്കാണ്. അതായത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് വേണം ഈ ഒരു ചെറിയ പീസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കാൻ. വയ്ക്കുമ്പോൾ മുകളിലൊരു 1/2 ഇഞ്ചോളം എക്സ്ട്രാ ഇതേപോലെ ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട്. വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച് മുതൽ 3.5 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. ഞാൻ 3.5 ഇഞ്ചാണ് ഓപ്പണിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്തേക്കുന്നത്. എന്നിട്ട് മുകളിൽ നിന്ന് തുടങ്ങി ഒരു വി ഷേപ്പിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് കട്ടാവാതെ എഡ്ജ് വരെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഫാബ്രിക്കിനെ റോങ് സൈഡിലോട്ട് അങ്ങ് തിരിച്ചിട്ടിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ഇതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന പീറ്റർ പാൻ കോളർ വരുന്ന ഫ്രോക്കിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ മുകളിൽ എക്സ്ട്രാ ഇട്ടേക്കുന്ന ഈ ഒരു ഫാബ്രിക് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഇതങ്ങ് ഫോൾഡ് ചെയ്തതിന് ശേഷം ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് അടിക്കുന്ന കണക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി വീതി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വട്ടം കൂടി മടക്കിയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ബാക്കിലൊരു ഷോ ബട്ടണും വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ലൂപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൂപ്പൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വീതി കുറഞ്ഞ റൗണ്ട് ഇലാസ്റ്റിക് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ഇതേപോലെ ചെറിയ ലൂപ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം മുകളിലോട്ട് ഫേസ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ബാക്ക് പാർട്ടിന് നല്ല വശം വയ്ക്കുക. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ടിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ രണ്ടിൻ്റെയും നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്ത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ്. അപ്പം നെക്കും ചേർത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തിനെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗം 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫ്രണ്ട് പാർട്ടിൻ്റെ. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതേപോലെ നെക്കും ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തിനെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ക്ലോത്തുമായിട്ട് ഇതേപോലെ ചേർത്ത് വയ്ക്കണം. ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ആം ഹോളാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ടിൻ്റെ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ഫാബ്രിക് ഉണ്ട്. അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല. കണ്ടോ, ഈ ഒരു ഫാബ്രിക്ക് ഈ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കാരണം നമുക്ക് ആ ഒരു എഡ്ജിൽ 4 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ അടിയിലുള്ള ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ ഫാബ്രിക്ക് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ 4 ഇഞ്ച് വീതിക്ക് 2 വട്ടം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ അങ്ങ് തിരിച്ചെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേപ്പ് ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കും കൂടി ഞാൻ കൊടുത്തേക്കാം. ആ വീഡിയോ കാണാത്തവരും കൂടി ഒന്ന് കണ്ട് നോക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തും ആം ഹോളിൻ്റെ ഭാഗത്തും ഒക്കെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലേസ് എടുത്തത്. അപ്പം ഇത്രയുണ്ട്. അപ്പം ഞാനതിനെ പകുതിയാക്കി എടുക്കുവാണ്. 2 സൈഡിലേക്കുള്ള സ്ലീവിന് വേണ്ടേ. അപ്പോൾ ഇതേപോലെ സെൻറ്റർ ഭാഗം കൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്തു. ഒരു സൈഡിലേക്ക് 5 ഡിസൈൻ വീതം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കേണ്ടത് ജസ്റ്റ് ഇതേപോലെ ആ ഒരു ബോഡി പാർട്ടിൻ്റെ അടിയിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് സെൻറ്ററും 2 സൈഡും ഒക്കെ ഒന്ന് ലെവലാക്കി വയ്ക്കുക. വെച്ചതിന് ശേഷം മുകളിൽ കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സൈഡിലെയും സ്ലീവ് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ അതാ ഇതേപോലെ ലേസ് വെച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലേസ് സ്ലീവിൻ്റെ ഷേപ്പിലൊന്നും തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അടിയിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു സൈഡിൽ ഇതേപോലെ എക്സ്ട്രാ വരും, വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് താഴ്വശം സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.25 ഇഞ്ച് വീതിയുള്ള ബയാസ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലൈനിങ് ക്ലോത്തിൽ നിന്നാണ്. അതിനുശേഷം ഈ ഒരു ബയാസ് സ്ട്രിപ്പിൻ്റെ ഒരെഡ്ജ് 1/4 ഇഞ്ച് വീതിക്ക് ഇതേപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്തെടുത്ത ബയാസ് സ്ട്രിപ്പ് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഏത് സൈഡിലേക്കായിരുന്നോ ഈ ഒരു പിൻടെക്സ് വെച്ച് കൊടുത്തത് അതേ ഡയറക്ഷനിൽ തന്നെ ഈ താഴ്വശത്തും വെച്ച് കൊടുക്കണേ, തിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതേപോലെ 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് തയ്യൽ തുമ്പ് വലതുവശത്തോട്ട് വെച്ചിട്ട് ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്ത ബയാസ് സ്ട്രിപ്പിൻ്റെ എഡ്ജി കോഡൊന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. അതിനുശേഷം ഈ അറ്റാച്ച് ചെയ്ത പീസിനെ ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് എഡ്ജ് കോഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലുള്ള ഒഴുക്കൻ ഫാബ്രിക്കിൻ്റെ എഡ്ജൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഭംഗി. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ. നെക്കിൻ്റെ ഭാഗത്തുനിന്ന് താഴോട്ട് പിൻടക്സ് വരുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. പിന്നെ അതായത് സ്ലീവിൽ ജോയിൻ ചെയ്തേക്കുന്ന ലേസ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ താഴ്വശത്തും ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബാക്ക് പാർട്ടിനെ കാട്ടിയിട്ടും ലെങ്ത്ത് കുറച്ച് വേണം ഫ്രണ്ട് പാർട്ടിന് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ആ ഭാഗത്ത് ലേസ് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ അതാ പിൻടക്സിൻ്റെ 2 സൈഡിലായിട്ടും വേണമെങ്കിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാവുന്നതാണ്. എംബ്രോയ്ഡറി വർക്കോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ ട്യൂബ് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ അതേപോലെ ഈ ഒരു ടോപ്പ് വേണമെങ്കിൽ വലിയവർക്കും ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ലെങ്ത്തൊക്കെ കൂട്ടിയിട്ട് കോളർ ടൈപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാവും. അപ്പം നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പിൻടക്സ് ആണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ സ്പേസ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ സ്ലീവിൻ്റെ ഭാഗത്ത് ഇതേപോലെ ലേസ് വെച്ച് കൊടുത്തത് കുട്ടികൾക്കായതുകൊണ്ടാണ്. ഇനി ഇതേപോലത്തെ ലേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്യാപ് സ്ലീവ്. ഇപ്പം നെക്ക് ഡെപ്ത് ഒക്കെ കുറച്ചെടുത്തത് കൊണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ഓപ്പണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് കാണിച്ചത്. അപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ഭംഗി, ജീൻസിൻ്റെയും കൂടെ യൂസ് ചെയ്യാം. സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഒരു ചെറിയ ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലേ, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.